പറയുന്ന നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിരുത്തിയിട്ട് അവരുടെ കൂടെ വിഷ്വലൈസിങ്ങിന്റെ ഏർണിങ്സ് ഉണ്ടാക്കിയ കുറച്ച് ആളുകളുണ്ട്. അവളെ വിളിക്കണോ? അവർ ഈ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യാണെന്ന്. ആ പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ തയ്യാറല്ല, കാരണം അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യായിക്കോ, അതിൽ തെറ്റില്ല. പക്ഷെ ഈ രാജ്യത്തിന്റെ യുവത ഇന്നാട്ടിലൊരു പ്രതിഷേധ പോരാട്ടത്തിന് രാജ്യ തലസ്ഥാനത്ത് ഒത്തൊരുമിക്കുമ്പോൾ അതിന്റെ പുറകിൽ നിന്നിട്ട് കുത്താൻ ഒരാളെയും സമ്മതിക്കില്ല. അതൊക്കെ കഴിഞ്ഞതല്ലേ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ തുടങ്ങാൻ പോണല്ലോ. നിങ്ങൾ ഈ രാജ്യത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ചെയ്ത്തായി പോയി അതെന്ന് ആ സംഭവത്തെ കുറിച്ച് നമുക്ക് പറയാനോ? അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. ഞാനത് കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു വികാരം, ഇവരെ ഞാൻ അൺഫോളോ ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ട് ഒരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നി. ഞാൻ ആ പേര് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് ഞാൻ അവരെ ഫോളോ പോലും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ദീർഘവീക്ഷണത്തെ കുറിച്ച് ഞാൻ തന്നെ എനിക്കൊരു സല്യൂട്ട് അടിച്ചു. എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ? അവർക്കെതിരെ നിലപാട് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യന്റെ മകനെതിരെന്ന് അവർ പറയുന്നു. പക്ഷെ അവർ വന്ന് പറയാണ് ഫെയിൽഡ്, നിങ്ങളൊരു ഫെയിൽഡ് ഡയറക്ടറാണെന്ന്. ഞാനൊരു കാഷ്വൽ ടാക്കിൽ ആ പ്രിയപ്പെട്ട സഹോദരി ജനിക്കുന്ന സമയത്ത്, അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ നാടിന്റെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമ ഓടുന്നുണ്ട്. ആ സിനിമക്ക് പേര് കിരീടം എന്നാണ്. അതിലെ നായകന് പേര് മോഹൻലാൽ എന്നാണ്, മലയാളത്തിന്റെ മോഹൻലാൽ. അവര് ഞരമ്പിലോടാൻ തീരുമാനിക്കുമ്പോൾ വരമ്പിലോടിയ മനുഷ്യനോടാണ് അവര് പറഞ്ഞത് ഫെയിൽഡ് ആണെന്ന്. നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നേക്കണം. അവിടെ കയറിയിട്ട് ഡയലോഗ് അടിച്ചിട്ട് 4 ഫോളോവേഴ്സിനെ കൂട്ടാൻ കരുതരുത്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ചെയ്തത് ഈ നാടിന്റെ യുവതയോട്, ഈ രാജ്യത്തിന്റെ യൂത്തിനോട് വീട്ടിൽ പോയിരിക്കാൻ പറയണം. ആരാണ് വരും ഇത് പറയാൻ? ഈ സ്ത്രീയുടെ തലക്കല്ല താറാറില്ലല്ലേ? നിങ്ങൾ എത്ര ഒലിപ്പിച്ചിട്ട് ഈ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ചിരിച്ചാലും നിങ്ങൾ ഈ പറഞ്ഞ കാവ്യവൽക്കരണത്തിന്റെ സംഘപരിവാരസം ഉണ്ടല്ലോ, ആ തികട്ടി വരുന്ന ആ സംഘപരിവാരസം, അത് നിങ്ങളെ മനസ്സിൽ വെച്ചേക്കണം. എനിക്ക് ഇഷ്ടമായി. ഈ രാജ്യത്തിന്റെ യൂത്തിന് നേരെ അതെടുത്തിട്ട് നിങ്ങൾ പിടപ്പിക്കാൻ നിൽക്കരുത്. മതി മുത്തുമോനെ, എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അത്രേ പറയാനുള്ളൂ. ഇത് നമ്മൾ വൈകാരികമെന്നറിയോ, നമ്മൾ ആ സമരഭൂമിയിൽ നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ നട്ടല്ലില്ലാത്ത ഡിപ്ലോമാറ്റിക് നിലപാട് ഇവിടെ വെള്ളപൂശാൻ കിടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെ. നിങ്ങൾക്ക് നല്ല ഫണ്ടിങ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഈ നാടിന് മൊത്തം അറിയാം. ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിപ്പാട്ടായോ? എത്ര പൈസ വാങ്ങി എന്നേ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കാനില്ല. ഒന്നും കാണാതെ പട്ടിണി കുളത്തിൽ ചാടില്ല ഭാഗി. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര.